അന്ന് ആ പനി പിടിച്ച് വിറച്ച് കിടക്കുന്നൊരു സമയമായിരുന്നു ലാല് ആ സ്റ്റണ്ട് അഭിനയിക്കുന്ന സമയത്ത്. അന്ന് രഞ്ജിത്ത് പറഞ്ഞു, ലാലേട്ടാ നമുക്കിത് മാറ്റി വെക്കാം, നിങ്ങൾ അസുഖം മാറട്ടെ എന്നുള്ളത്. അന്ന് ലാല് പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി വീണ്ടും ഈ ലൊക്കേഷനിലേക്ക് വരണം, ഈ ആർട്ടിസ്റ്റിനെ വിളിക്കണം, ഇതിൻ്റെ ചിലവ് കൂടും, അന്ന് എടുക്കുമ്പോൾ പക്ഷേ ഈ മൂഡ് കിട്ടണമെന്നില്ല, മാത്രമല്ല അന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല, അതുകൊണ്ട് പനിയല്ലേ, പനിയെങ്കിൽ പനി അത് ചെയ്യാം. ആ പനിക്കിടയിലാണ് ഈ സ്റ്റണ്ട് ചിത്രീകരിച്ചത്, ഇത്രയും മനോഹരമാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ലാലൊരു ക്ലാപ്സ് കൊടുക്കും. അതായത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അത്തരം രംഗങ്ങൾ ചിത്രീകരിച്ചത്. മറ്റൊരു രസകരമായി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കുളിമുറിയുടെ ഒരു സീനുണ്ട് ശരിക്കും. അതായത് ഈ ദുഃഖം പുറത്ത് പറയാൻ പറ്റാത്ത, ഭാര്യയോട് പറയാൻ പറ്റാതെ, ഇത് പുറം ലോകം അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുളിമുറിയിൽ ചെന്നുകൊണ്ടുള്ള സീൻ. അവിടെ ലാല അറിയാതെ ചുമരിലിങ്ങനെ ചാരി നിന്നുകൊണ്ട് പെട്ടെന്ന് വീഴുന്നൊരു സീനുമുണ്ട്. അപ്പോൾ വീഴുന്നു, അയ്യോ അയ്യോ എന്ന ശബ്ദമാണ് ഈ സ്ത്രീകളിൽ നിന്ന് കേട്ടത്. അതിന് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഷൂട്ടിംഗ് സമയത്ത് ലാല് ഇങ്ങനെ വീണപ്പോൾ കട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് അവിടെ, സംവിധായകൻ അടക്കമുള്ളവർ. കാരണം അത് ലാലിൻ്റെ ഒരു നമ്പറാണ്.